ഈ ഇലക്ഷൻ എന്തിനുണ്ടായി? അതിനാ മറുപടി പറയേണ്ടത്. സ്വരാജിൻ്റെ നിലപാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും ഒരു കാര്യം അതാണ്, നിലപാടാണ്. അതുള്ള നേതാവാണ് തീർച്ചയായിട്ടും. ഇവിടുത്തെ മനസ്സ്, നിലമ്പൂരിൻ്റെ മനസ്സ്, അത് ആര്യാടൻ ഷൗക്കത്തിനകത്തായിരിക്കും. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നിലമ്പൂരാണ്. നിലമ്പൂരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് അത്യാവശ്യം നന്നായി കയറിയിരിക്കുകയാണ്. ചേട്ടാ, ഇപ്പോൾ നമുക്കറിയാം അൻവർ നടത്തിയിരിക്കുന്ന ഓരോ പ്രസ്താവനയും കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അൻവർ നടത്തിയ ഒരു പ്രധാന പ്രസ്താവനയായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി രണ്ടാമതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടും അത്രയും ഒരു ഭാരിച്ച പോലെ, അല്ലെങ്കിൽ അത്രയും എഫേർട്ട് ഇട്ട് രണ്ടാമത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളത്, 5 പൈസ പോലും കയ്യിലെടുക്കാനില്ലാതെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അൻവറിന് വേണ്ടി ആരെങ്കിലും ഉണ്ടാവുമോ നിലമ്പൂരിൽ? ജനങ്ങൾ ഇതിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് അൻവർ ഒരു ജനപ്രതിനിധി, അൻവർ ഇവിടെ രാജിവെച്ചു, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച കാര്യങ്ങളൊക്കെ, അദ്ദേഹം അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സാഹചര്യം യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും നോക്കിക്കാണുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കഴിഞ്ഞ 9.5 വർഷത്തെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കുമെന്നാണ് ഞങ്ങളുടെ നേതൃത്വവും ഞങ്ങൾ പാർട്ടിയുടെ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കരുതുന്നത് ഇവിടെ അൻവർ ഒരു ഫാക്റ്റായി മാറില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യജനാധിപത്യമുള്ള സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. എക്സാമ്പിളായി ഞങ്ങൾ പറയുകയാണെങ്കിൽ ആശാവർക്കർമാരുടെ സമരം, ആ സമരം തന്നെയാണ് ഇവിടെ ഹൈലൈറ്റ്. ഇവിടെ വിലക്കയറ്റം, സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലുള്ളത്. പിണറായിയുടെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെയും ഇടതുപക്ഷ ജനാധിപത്യ ധാർഷ്ട്യത്തിനുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഇപ്പോൾ പറയുന്ന സ്വരാജ് എന്ന് പറയുന്ന ഒരു നേതാവാണെങ്കിൽ പോലും, അതായത് CPM ഒരു പ്രധാനപ്പെട്ട നേതാവിനെ തന്നെയാണ് രംഗത്ത് ഇറക്കിയിരിക്കുന്നത് നമ്മൾ നോക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് സ്വരാജിനെ പോലും നീക്കിക്കൊണ്ടായിരിക്കും ഷൗക്കത്തിൻ്റെ ഒരു മുന്നേറ്റം എന്ന് തന്നെ ഉറപ്പിക്കാം അല്ലേ? ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ആശയങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു ജനപക്ഷ സ്ഥാനാർത്ഥിയായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നത്. ഞങ്ങൾ സൂചിപ്പിച്ച സ്ഥാനാർത്ഥി അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ മനസ്സ്, നിലമ്പൂരിൻ്റെ മനസ്സ്, അത് ആര്യാടൻ ഷൗക്കത്തിനകത്തായിരിക്കും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 9.5 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്ത് ഇവിടെ ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി കേരള നിയമസഭയിൽ ആര്യാടൻ ഷൗക്കത്ത് എത്തും. തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുവാണല്ലോ ഇവിടെ. എന്താ പ്രതീക്ഷിക്കുന്നത്? നിലമ്പൂർ ആര് കൈയടക്കും? തീർച്ചയായിട്ടും സ്വരാജ് തന്നെയാണ്. അതെ, ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ? സ്വരാജിൻ്റെ നിലപാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും ഒരു കാര്യം അതാണ്, നിലപാടാണ്. അതുള്ള നേതാവാണ് തീർച്ചയായിട്ടും. ജനങ്ങൾക്ക് വേണ്ടി അൻവർ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് പോലും എന്നാണ് അൻവർ പ്രഖ്യാപിച്ചത്. ഇവിടെ LDF കൂടെ വന്നിട്ടല്ല അൻവർ ഇവിടെ ജയിച്ചത്. അപ്പോൾ ആ LDF കൊടുത്ത വികസനങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളൂ. ഇത്രയുള്ളത് പറയാം. തീർച്ചയായും. ചേട്ടാ, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പ് വൻ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് കേരള നിയമസഭയിലെത്തും, യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷ സർക്കാരിൻ്റെ കഴിഞ്ഞ 9.5 വർഷത്തെ അവരുടെ ഭരണത്തിനെതിരെയുള്ള ജനവിരുദ്ധ നടപടികൾ, ഈ ജനവിരുദ്ധ നടപടി സ്വീകരിച്ചിട്ടുള്ള ഒരു വിധിയെഴുത്താവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിലെത്തും, യാതൊരു സംശയവുമില്ല. വൻ ഭൂരിപക്ഷത്തോടുകൂടി ആര്യാടൻ ഷൗക്കത്ത് 15,000 വോട്ടിന് ജയിക്കും. അൻവറൊന്നും യാതൊരു ഉണ്ടാവില്ല. അൻവറിനെ ജനങ്ങൾ എന്തായാലും വിശ്വസിക്കില്ല. കാരണം ഒരു പാർട്ടിയിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു പോയ ആളല്ലേ. എന്തായാലും ജനങ്ങൾ നിരന്തരം വാക്കുമാരുന്ന ഒരാളെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുക? നിരന്തരം വാക്കുമാരുന്ന ആള് നിലമ്പൂരിൽ വേണ്ട, ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. അതേപോലെ തന്നെ ഒരു നേതാവാണ് സ്വരാജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അയാൾ ഇവിടെ ഇല്ലല്ലോ. 9 വർഷമായിട്ട് ആര്യാടൻ ഷൗക്കത്തല്ലേ ഇവിടുത്തെ ആള്. ഇവിടുത്തെ നാട്ടുകാരുണ്ടല്ലോ, ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിയുള്ള ആര്യാടൻ ഷൗക്കത്തുള്ള പോയിട്ട് എന്തിനാ വേറെ ആൾ ഇവിടെ? ഈ ഇലക്ഷൻ എന്തിനുണ്ടായി? അതിനാ മറുപടി പറയേണ്ടത്.
ഈ ഇലക്ഷൻ കാരണം ഉണ്ടായത് ആര്യയുടെ ഷൗക്കത്തല്ലാണ്ട് ആര് ജയിക്കണോ? സംസ്ഥാന ഭരണത്തിൻ്റെ ദുർഭരണത്തിനുള്ള വിധിയുടെ ആയിരിക്കും ഇത്. അതിൻ്റെ ട്രെയിനിങ്ങാണ്. അത് യാതൊരു മാറ്റമില്ല. ജനങ്ങൾ പുറത്തു വിട്ട് സാമ്പത്തിക സഹായത്തിൽ ശാരീരികമായിട്ടും പ്രയാസത്തിലാണ്. ജീവിക്കാൻ യാതൊരു വഴിയുമില്ല. ഉണ്ടാക്കിയ റോഡുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചാനലുകാർക്ക് അറിയാലോ. നിങ്ങൾ തന്നെയാണല്ലോ റിപ്പോർട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു വിധി മുൻകൂട്ടി ആര്യയുടെ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. ആര്യാടൻ ഷൗക്കത്ത് തന്നെ വൻ ഭൂരിപക്ഷത്തോടെ ഓടിക്കും. കാരണം എന്താ വെച്ചാൽ ഈ 9 വർഷത്തെ ഭരണത്തിൻ്റെ തകർച്ച എത്ര ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അത്രയും പിണറായി സർക്കാരിലേക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിനായിരിക്കും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ CPM-ൻ്റെ ഒരുവിധം വോട്ടുകളൊക്കെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കിട്ടും. അൻവറിന് കുറഞ്ഞൊരു ശതമാനം വോട്ട് കിട്ടും. 3ാം സ്ഥാനത്തായിരിക്കും സ്വരാജ് ഉണ്ടാകുക. ആ ഒരു നിലയിലായിരിക്കും ഇത് CPM-നുള്ള ഒരു തിരിച്ചടി തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും കഴിഞ്ഞ 9 വർഷത്തെ അവരുടെ സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായിട്ടാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തോടു കൂടി 2026 ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിനുള്ള ഒരു തുടക്കമായിരിക്കും ഈ നിലമ്പൂരിലെ വിജയം. തീർച്ചയായും നിലമ്പൂരിലെ ജനത കേരളത്തിൻ്റെ മനസ്സാക്ഷിക്കൊപ്പം നിന്ന് വോട്ട് ചെയ്ത് UDF-ൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് ഓരോ നേതാക്കളെയും നോക്കിക്കാണുന്നത് താങ്കൾ? ഇവിടെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനാണ് ഒരു 10,000 ചില്ലാനും വോട്ടിന് ജയിക്കേണ്ടതാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മറ്റു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രസക്തിയൊന്നും കാണുന്നില്ല. അതാണ് നമ്മളെ അഭിപ്രായം. ജനങ്ങളുടെ ഒരു പ്രിയപ്പെട്ട നേതാവ് തന്നെയാണ് അല്ലേ? 9 വർഷത്തോളം ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ തോറ്റതിന് ശേഷം ജനങ്ങളൊപ്പം പ്രവർത്തിച്ച് മുന്നേറിയ ഒരു നേതാവാണ്. അതായത് എന്ത് കാര്യത്തിനും നമ്മളോടൊപ്പം തന്നെ ഇറങ്ങിച്ചെല്ലുന്ന നേതാവാണ് ആര്യാടൻ ഷൗക്കത്ത്. അത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതാണ്. സ്വരാജിനെ സംബന്ധിച്ചോടൊന്നും പറയുകയാണെങ്കിൽ തൃപ്പൂണിത്തുറ ജയിച്ചിട്ട് ഈ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരു നേതാവാണ് സ്വരാജ്.